തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘർഷം കാപ്പ ചുമത്തപ്പെട്ട് ജയിലിലായ ബി.ജെ.പി കൗൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള എൽ.ഡി.എഫ് പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. മേയർ വി.വി. രാജേഷിനും ഇരുവിഭാഗത്തിൽ നിന്നുമുള്ള കൗൺസിലർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ.ഡി.എഫ് കൗൺസിലർമാർ കോർപ്പറേഷന് മുന്നിൽ നടത്തി വന്നിരുന്ന സമരമാണ് ഇന്ന് നാടകീയ സംഭവവികാസങ്ങൾക്ക് വഴിമാറിയത്. കൗൺസിലർമാർ മേയറുടെ ചേംബർ ഉപരോധിച്ചതോടെ കോർപ്പറേഷൻ യുദ്ധക്കളമായി മാറി. മേയർ വി.വി. രാജേഷ് ചേംബറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ ഉന്തും തള്ളും കയ്യാങ്കളിയായി മാറി. മേയറുടെ ചേംബറിന് മുന്നിൽ എൽ.ഡി.എഫ് ബി.ജെ.പി കൗൺസിലർമാർ നേരിട്ട് ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം തങ്ങളുടെ 16 കൗൺസിലർമാർക്ക് പരിക്കേറ്റെന്ന് ബി.ജെ.പി ആരോപിച്ചു. മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല, എന്റെ റൂമിൽ ആർക്കും കയറാം, ഏത് സമയം തുറന്നിട്ടിരിക്കാനില്ല. പുറകത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, ദാ കടന്നിരിക്കുകയാണ് എല്ലാവരും. ഒരു കൗൺസിലറുടെ തലയിലെ 4 തുന്നിക്കെട്ടലുകളടക്കം തങ്ങളുടെ 6 പേർക്ക് പരിക്കുണ്ടെന്നാണ് എൽ.ഡി.എഫ് ആരോപണം. ഈ ആരെയാണ് അടിക്കുന്നത്? ഇവിടെ മുൻ മേയറെ അടക്കം അവർ ചവിട്ടി തള്ളി തറയിട്ട് ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. 3 വനിതാ കൗൺസിലർമാരാണ് ഇപ്പോൾ ആശുപത്രിയിലായത്. 3 പേരാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? അതേസമയം സുഗതനെതിരെ കാപ്പ ചുമത്തിയ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് അംഗീകാരം നൽകി. ഇതോടെ ഹൈക്കോടതി വിധിയെ തുടർന്ന് പുനഃസത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഇളവ് തേടി കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കാനാണ് സുഗതന്റെ നീക്കം. സുഗതൻ ഉൾപ്പെടെയുള്ള 20 അംഗങ്ങളുടെ ആദ്യ സത്യപ്രതിജ്ഞ അസാധുവായതോടെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ എൽ.ഡി.എഫും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇന്നലെ നടന്ന 19 അംഗങ്ങളുടെ പുനഃസത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണെന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.